അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 2-ാം വാല്യം പേജ് 12. വൽ മുസ്തരിത്തു നിയ്യത്തിൽ ഖിൽത്തത്തി. ഖിൽത്തത്തിനെ കരുതൽ ഷർത്താണ് എന്ന് പറയുന്ന അസുഹിൻ്റെ മുക്കാബിലയാകുന്നത്. അസുഹ് പ്രകാരം ഖിൽത്തത്തിനെ കരുതേണ്ടതില്ല എന്ന് പറഞ്ഞു. അസുഹിൻ്റെ മുക്കാബില എങ്ങനെ കരുതണം എന്നാണല്ലോ. അങ്ങനെ കരുതണം എന്ന് പറയുന്ന അസുഹിൻ്റെ മുക്കാബിലയാകുന്നത് കാല അവരതിന് കാരണം പറഞ്ഞു. എന്താ പറഞ്ഞത്? അൽ ഖിൽത്തത്തു, രണ്ട് കക്ഷികളവരെ മൃഗത്തിനെ കലർത്തുക എന്നുള്ളതാകുന്നത് തുഹയ്യിറു അമ്ര സക്കാത്തി, അത് സക്കാത്തിൻ്റെ കാര്യത്തിനെ പകർച്ചയാക്കുന്നുണ്ട്. എങ്ങനെ പകർച്ചയാക്കുന്നത്? ബിത്തക്സീരി അവിത്തഖ്ലീലി, ചിലപ്പോൾ ഒക്കെ അധികരിപ്പിക്കലുകൊണ്ട് പകർച്ചയാക്കുന്നു. അവിത്തഖ്ലീലി, മറ്റു ചിലപ്പോൾ കുറയ്ക്കലുമുണ്ട്. ഇപ്പോൾ ഒരു 80 ആട് ആണെങ്കിൽ അതിനെ ഖിൽത്തത്ത് ചെയ്യലുകൊണ്ട് രണ്ടാൾക്ക് 40 ചെണ്ട് ഖിൽത്തത്ത് ചെയ്യലുകൊണ്ട് ആടെ കുറയല്ലേ, ഒരാട് കൊടുത്താൽ മതിയല്ലോ. അതുപോലെ ചില സമയങ്ങളിൽ ഖിൽത്തത്ത് കൊണ്ട് കൂടുകയും ചെയ്യും. അതിൻ്റെ ഉദാഹരണം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഖിൽത്തത്ത് മൂലം സക്കാത്തിൻ്റെ കാര്യം ചിലപ്പം കൂടുന്നുണ്ട്, ചിലപ്പം കുറയുന്നുണ്ട്. വലായംബഹി, യോജിച്ചതല്ല, അത്യാവശ്യമല്ല, അനുയോജ്യമായതല്ല. അൻയുകസ്സറ, സക്കാത്തിൻ്റെ കാര്യത്തിനെ വർദ്ധിപ്പിക്കപ്പെടൽ മിൻ ഗൈരി ഖസ്ദിഹി വരില്ലാഹു, ഈ സ്വത്തിൻ്റെ ഉടമസ്ഥൻ്റെ ഉദ്ദേശവും അവൻ്റെ തൃപ്തിയും ഇല്ലാതെ കണ്ട് അധികരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഒരു സ്വത്ത് ഒരു ആക്രമിച്ചെടുക്കുന്ന മാതിരിയാവില്ല ഒരു തൃപ്തിയിലാണ്ട് എടുക്കുമ്പോൾ. അതുപോലെ വലാൻ യുക്കല്ലല, സക്കാത്തിൻ്റെ അമറിനെ കുറയ്ക്കപ്പെടൽ യോജിച്ച കാര്യമല്ല. ഇതാലം യക്സിദ്ഹു, മാലിക്ക് അങ്ങനെ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അങ്ങനെ കുറയ്ക്കുന്നതും ശരിയല്ല. കുറയ്ക്കുന്നത് ശരിയില്ലാണ്ട് എന്ത് നോക്കിയിട്ടാ? മുഹാഫത്തൻ അല്ല ഹക്കിൽ ഫുക്കറായി, സക്കാത്ത് കിട്ടാൻ അവകാശപ്പെട്ടതായ മുസ്തഖീങ്ങളെ ഹക്ക് നോക്കിയിട്ട് അവർക്ക് കിട്ടുന്നത് കുറയല്ലേ. അപ്പം അതുകൊണ്ട് അത് കണ്ടാണെങ്കിൽ കരുത്തന്നെ വേണം എന്നാണ് സാനി ന്യായം. ഓ ദുഫിയ, സാനിയുടെ ന്യായത്തിനെ അസുഹിൻ്റെ ഭാഗത്തും തള്ളപ്പെട്ടു. എന്തുകൊണ്ട്? ബി അന്നൽ ഖിൽത്തത്ത, നിശ്ചയമായിട്ടും രണ്ട് കക്ഷികൾ അവരുടെ മൃഗത്തിനെ കലർത്തുക എന്നുള്ളത് ഇന്നമാ തുവസിറു, നിശ്ചയമായിട്ടും ആ കലർത്തൽ അസർ ഉണ്ടാക്കുന്നതാകുന്നത് മിൻ ജിയത്തി ഖിഫത്തിൽ മൂനത്തി, മൃഗത്തിൻ്റെ ഉടമസ്ഥന്മാർക്ക് ചെലവ് ലളിതമാകുന്നു എന്ന ഭാഗത്ത് കൂടിയാണ്. എങ്ങനെയാണ് ചെലവ് ലളിതമാകുന്നത്? ബിത്തിഹാദിൽ മറാഫിക്ക്, ഉപകരണ വസ്തുക്കൾ ഒന്നാകലുണ്ട്. മേയ്ക്കുന്ന ആൾ, അവതനെ കറക്കുന്ന സ്ഥലം, കുടിപ്പിച്ചാക്കുന്ന സ്ഥലം, അന്തിക്ക് ഉറങ്ങാൻ വേണ്ടി കിടത്തുന്ന സ്ഥലത്തൊക്കെ ഒന്നാകുമ്പം ചെലവ് കുറയല്ലോ എന്ന ഭാഗത്ത് കൂടിയാണ് അസർ ചെയ്യിപ്പിക്കുന്നത്. പ്രധാലിക്ക, അങ്ങനെ മറാഫിക്ക് കാരണം കൊണ്ട് ചെലവ് ലളിതമാകുക എന്നുള്ളതാകുന്നത് ലായഖ്തരിഫു, ആ ലളിതമാകൽ വ്യത്യാസമാകൂലല്ലോ. ബിൽ ഖസ്ദി വാദിമിഹി, കരുതൽ കൊണ്ടും കരുതാതിരിക്കലുകൊണ്ടും വ്യത്യാസമാകുന്നതല്ലല്ലോ. അതുകൊണ്ട് കരുതൽ വേണ്ട ഷർത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അസുവിൻ്റെ മുക്കാബിലയുടെ ന്യായത്തിനെ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഖൗലുഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാകുന്നത് അഹ്ലു സക്കാത്തി എന്ന വാക്ക് വിഷയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 11-ാം പേജിൻ്റെ മധ്യത്തിൽ. വല വിസ്തറക്ക അഹ്ലു സക്കാത്തി ഫി മാഷിയത്തിൻ, സക്കാത്തിൻ്റെ അഹ്ലുകാർ മാഷിയത്ത് കൂറായാൽ, അവിടെ അഹ്ലു സക്കാത്ത് എന്ന് പറഞ്ഞ വാക്കാവുന്നത് ഇഹ്തിറാസുൻ, അത് സൂക്ഷിക്കലാണ്. അൻ ഗൈരിഹി, അഹ്ലു സക്കാത്ത് അല്ലാത്തവരെ തൊട്ട്. എന്താ അപ്പോൾ അവർക്ക് ഈ ബാധകമല്ല എന്നർത്ഥം. ഖിൽത്തത്ത് കൊണ്ട് സക്കാത്ത് കൂടിയ കുറയാന്നുള്ളത് ഉണ്ടാവില്ല. അപ്പം ഖൈറിനെ തൊട്ട് സൂക്ഷിക്കലാണെന്ന് വെക്കുമ്പോൾ ഫലൂഖാന അഹദുഹുമ, ഈ കൂറാക്കിയ കലർത്തിയതായിരിക്കുന്ന രണ്ട് മുതലാളിമാരിൽ നിന്ന് ഒരാളായാൽ ദിമ്മിയൻ, സക്കാത്തിൻ്റെ അഹിലുകാരനല്ലാത്ത ദിമ്മിയ കാഫറാണ്. അത് മുക്കാത്തബൻ, അല്ലെ സക്കാത്തിൻ്റെ അഹിലുകാരനല്ലാത്ത അടിമയാണ്, മോചനോത്തരം എഴുതപ്പെട്ട അടിമയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഫല അസറ ഇസ്ലാക്കി, അങ്ങനത്തെ മുതലാളിയുടെ ആടുമായി മൃഗവുമായി കലർത്തുന്നതിന് യാതൊരു അസറുമില്ല. ഖിൽത്തത്തി, കൂറാവുന്നതിനും അസറില്ല, ഖിൽത്തത്തി കലർത്തുന്നതിനും അസറില്ല. അവിടെ അതിനകത്തോട്ട് സൂക്ഷിക്കാനാണ് മുസ്നിഫ് അഹ്ലു സക്കാത്തി എന്ന് പറഞ്ഞത്. പിന്നെ ബൽ, എങ്കിലും അത് പിന്നെ രണ്ടാളിൽ നിന്ന് രണ്ട് ശരീക്കന്മാരല്ല, രണ്ട് കലർത്തിയിൽപ്പെട്ട ഒരു മുതലാളി സക്കാത്ത് നിർബന്ധമല്ലാത്ത ദിമ്മിയോ മുക്കാത്തബോക്കാണ്. അതല്ല അവിടുത്തെ നിയമം എന്താ? അവിടെ ഇൻകാൻ നസീബുൽ ഹുറ്റിൽ മുസ്ലിമി, ദിമ്മിയല്ലാത്ത മുക്കാത്തബല്ലാത്ത ആ മുതലാളി അഥവാ ഹുറു മുസ്ലിമായ മുതലാളിയുടെ വിഹിതമാണെങ്കിൽ നിസാബൻ, അതിന് നിസാബുണ്ട്, 40 ആടുണ്ട്, 5 ഒട്ടകമുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ സക്കാഹു,
ആ ഹുറു മുസ്ലിമായ മുതലാളി അയാൾ ആ നസീബിനിക്ക് സക്കാത്ത് കൊടുക്കണം. സക്കാത്തിൽ ഇൻഫിറാദി, അയാൾ ഒറ്റക്കാണ് ഉള്ളത്, മറ്റേ ഹിൽദത്ത് ഇസ്തിറാഖ് ഉണ്ടായില്ല, എന്നാൽ കൊടുക്കുന്ന അതേമാതിരിയുള്ള കൊടുക്കൽ കൊടുക്കണം. അപ്പോൾ ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഹുറു മുസ്ലിമായിരിക്കുന്ന മുതലാളിയുടെ മൃഗ നിസാബ് ഇല്ല എങ്കിൽ ഫലാസിയ അലഹി, അയാൾക്ക് ഈ ഹിൽത്തത്ത് കൊണ്ടോ ഇസ്തിറാഖ് കൊണ്ടോ ഒരു ഷീട്ട് നിർബന്ധമൊന്നുമില്ല. പരാബുദ്ധ. ഇനി ഹിൽത്തത്ത് ഇസ്തിറാഖ് പ്രാബല്യത്തിൽ വരണമെങ്കിൽ അതിനെ തുടർന്ന് സക്കാത്ത് കൂടിയും കുറയൊക്കെ ചെയ്യണമെങ്കിൽ കൂടാതെ കഴിയൂല. മിൻ ദവാമിൽ ഇസ്തിറാഖി, രണ്ടാൾ കൂറായതാണെങ്കിൽ ആ ഇസ്തിറാഖ് നിത്യമാകണം. അപ്പോൾ ഹിൽത്തത്തി അവധ രണ്ടാൾ കലർത്തിയതാണെങ്കിൽ ആ കലർത്തലുമൊക്കെ നിത്യമാകണം. ജമീ അസനത്തി, വർഷം മുഴുവനും ആ ഇസ്തിറാഖ് ഉണ്ടാവണം. ആ ഒരു ഹിൽത്തത്ത് വർഷം മുഴുവൻ ഉണ്ടാകണം. അപ്പോഴേ ആധാർ ജയിക്കുള്ളൂ. ആ വർഷം മുഴുവനും ഉണ്ടാകണം എന്ന് വെക്കുമ്പോൾ ഫലു മലക്ക കുല്ലു മിൻഹുമ, രണ്ട് മുതലാളിമാരിൽപ്പെട്ട ഓരോരുത്തരും ഉടമയാക്കിയാൽ 40 ശാത്തൻ 40 ആട് രണ്ടാൾക്കുണ്ട്. എപ്പുണ്ട്? മുഹറത്തിൽ മുഹറമി, മുഹറം മാസത്തിൻ്റെ പ്രാരംഭത്തിൽ രണ്ടാക്കൂ ഓരോരുത്തർക്കും 40 വെച്ച് വീതാടുണ്ട്. സുമ്മ ഖലത്താ, പിന്നെ രണ്ട് മുതലാളിമാരും കലർത്തി ഓരോ ആടുകളെ മുഹറത്ത സഫരിൻ, സഫറിൻ്റെ ആദ്യത്തിലാണ് കലർത്തിയത്. എന്നാൽ ഫലാത്ത് ഫുലുത്തുൽ ഹിൽത്തത്തു, എന്നാൽ ഹിൽത്തത്തിൻ്റെ മസല 240 കലർത്തുമ്പോൾ രണ്ടാട് കൊടുക്കണമല്ലോ, അല്ല രണ്ടാളും കൂടി ഒരാട് കൊടുത്താൽ മതി. എന്നാൽ ആ ഹിൽത്തത്ത് സ്ഥിരപ്പെടൂല. എപ്പോൾ സ്ഥിരപ്പെടൂല? ഈ ഹാദീസിനെത്തി, ഈ വർഷത്ത് സ്ഥിരപ്പെടൂല. ഫിൽ ജദീദ് പ്രകാരം സ്ഥിരപ്പെടൂല. അപ്പം സ്ഥിരപ്പെടില്ല എന്ന് വെക്കുമ്പോൾ ഫയജിബു അല കുല്ലി മിൻഹുമ, അപ്പോൾ ഈ 40 ഓരോരുത്തർക്കും 40 ഉണ്ടല്ലോ, അതുകൊണ്ട് ഓരോ മുതലാളിൻ്റെ മേലും നിർബന്ധമാകും. ഫിൽ മുഹറമി, മുഹറമാകുമ്പോൾ ഒരു കൊല്ലം പൂർത്തിയായല്ലോ. അപ്പോൾ മുഹറത്തിൽ നിർബന്ധമാവും. എന്ത് നിർബന്ധമാവും? ഷാത്തിന് ഓരോ ആട് കൊടുക്കൽ. പിറ്റേത്തെ കൊല്ലം മുതലേക്ക് പിന്നെ രണ്ടാളും കൂടി ആട് കൊടുത്താൽ മതി. വഫിൽ ഖദീമി, ഖദീം പ്രകാരം അങ്ങനെ പിന്നെ ഹിൽത്തത്ത് സ്ഥിരപ്പെടുന്നാണ് ഖദീമാർ പറഞ്ഞത്. ആ ഖദീമിൽ നിസ്ഫു ഷാത്തിന് അരാട് കൊടുത്താൽ മതി. കാരണം രണ്ടാൾ കൂടി 80 ആടല്ലേ ഉള്ളത്. 80 ആടിനേക്ക് ഒരാടല്ലേ നിർബന്ധമാവുള്ളൂ. നോക്കിയിട്ട് അപ്പോൾ തസ്ബുദ് ബി സനത്തി സാനിധ്യം, രണ്ടാമത്തെ കൊല്ലത്തിൽ ഹിൽത്തത്ത് സ്ഥിരപ്പെടും. ഒമാബാദ, രണ്ടാം കൊല്ലത്തിൻ്റെ ശേഷമുള്ള കൊല്ലത്തിനും സ്ഥിരപ്പെടും. ഖത്വൻ, ജദീദ് പ്രകാരവും ഖദീം പ്രകാരവും ഒക്കെ സ്ഥിരപ്പെടും. വൈദാ ഖലത്താ, അല്ല അതെ, വൈദാ ഖലത്താ, രണ്ടാളുകൾ കലർത്തിയാൽ, രണ്ട് മുതലാളിമാർ കലർത്തി എന്തിനെ? ഇഷിരീന മിനോഹാനി, ആടെന്നുള്ള 20 ആടിനെ കലർത്തി. ബീഷിനെ മറ്റവൻ്റെ 20 ആടിനോട് കലർത്തി. 20 ആടൊറ്റക്കാണെങ്കിൽ സക്കാത്ത് നിർബന്ധമാവില്ലായിരുന്നു. പക്ഷേ രണ്ടുകൂടി കലർത്തിയപ്പോൾ 40 ഉണ്ട്. അപ്പോൾ ഒരു സക്കാത്ത് ആയിട്ടൊരാട് പിടിക്കല്ലോ. അങ്ങനെ രണ്ടാളും കൂടി കലർത്തിയിപ്പോൾ 40 ആടയിക്കണം. ബാഹദസായി, സക്കാത്ത് വിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വന്നിട്ട് എടുത്തിട്ട് പോയി ഷാത്തിന് ഒരാടിനെ, ഇവിടെ 40 ആടെ കാണുന്നുണ്ടല്ലോ, അവിടെ ഒന്നിനെടുത്ത ആൾ എന്തെന്നാണ് എടുത്തത്? മിൻ നസീബി അഹദീമ, ഈ രണ്ട് മുതലാളിമാരിൽ നിന്നുള്ള ഒരാളെ വിഹിതത്തിൽ നിന്നാണ് എടുത്തതെങ്കിൽ റജ, ആ അഹദിനക്ക് മടങ്ങാം, അയാൾക്ക് വാങ്ങാം. അലാ സാഹിബി, ഇതിൻ്റെ സാഹിബാകുന്ന മറ്റേ 20 ആടിൻ്റെ മുതലാളിൻ്റെയൊക്കെ വാങ്ങാം. എന്ത് വാങ്ങാം? ബിനിസ്ഫി ഖീമത്തിഹ, ആടിൻ്റെ പൗതി വില. രണ്ടാൾക്കും കൂടി, രണ്ടാൾക്ക് 20 ആണല്ലോ. അപ്പം പൗതി ആടെ ഒരാൾക്ക് വരുന്നുള്ളൂ. അപ്പം മറ്റേ പൗതിൻ്റെ ഒരു പൗതി ഇവൻ്റെ വകയിൽ, മറ്റേ പൗതിൻ്റെ വില സാഹിബിൻ്റെയൊക്കെ ഒന്ന് വാങ്ങാം. ലാബി നിസ്ഫിഷാത്തിൽ എന്നല്ലാതെ ആടിൻ്റെ പൗതി വാങ്ങാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? എന്നാൽ ഈ ആട് എന്നുള്ളത് ഹൈറു മിസ്ലിയത്തിൽ, അത് മിസ്ലിയത്തല്ല. മിസ്ലിയത്ത് പറഞ്ഞാൽ അളന്നോ തൂക്കിയൊക്കെ കണക്കാക്കുന്നതിനാണല്ലോ മിസ്ലിയത്ത് എന്ന് പറയുക. ഇത് അങ്ങനത്തെ അല്ല, ഇത് മുത്തക്കവ്യമാണ്. അതുകൊണ്ട് വലുക്കാന ലി അഹദീമ, ഈ രണ്ട് മുതലാളിമാരെന്നുള്ള ഒരു മുതലാളിക്ക് ഉണ്ടായാൽ 100 ആടുണ്ട്. വലില്ലാഹരി, മറ്റേ മുതലാളിക്ക് 50 50 ആടുകളുള്ളത്. അങ്ങനെ ഇപ്പോൾ 150 ആടായി. ആടായി 150 ആടാകുന്ന സമയത്ത് 121 ഉണ്ടെങ്കിൽ തന്നെ 2 ആട് പിടിക്കല്ലോ. അപ്പോൾ 150 2 ആട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഫാഹദസായി, ഈ സക്കാത്ത് പിരിക്കാൻ വേണ്ടെന്ന് വന്ന ഉദ്യോഗസ്ഥൻ എടുത്തുകൊണ്ട് പോയി അഷാത്തീനി വാജിബത്തീനി, ഈ 150 ആയാലും 150 2 ആടുണ്ടാവും. 2 ആടിനെ അയാൾ എടുത്തുകൊണ്ട് പോയത് ഈ സാഹിബിൽ മേത്തി. 100 ആടുള്ള മുതലാളിൻ്റെ എന്നാണ് 2 ആട് എടുത്തുകൊണ്ട് പോയതെങ്കിലോ റജ, അയാൾക്ക് 50ൻ്റെ മുതലാളിൻ്റെ മേൽ മടങ്ങാം. എന്തുകൊണ്ട്? സുലുസ് കീമത്തിഹിമ, ആ 2 ആടിൻ്റെ വിലയുടെ സുലുസ് കൊണ്ട്. സുലുസാനി അയാളതാണ്, കാരണം 100 ആട് അയാളതാണല്ലോ. 50 ആൾ മറ്റേ, അതുകൊണ്ട് 50 സുലുസാണ്. ആ സുലുസ് മറ്റേ 50 ആടിൻ്റെ മുതലാളിൻ്റെ ഒന്നും വാങ്ങാം.
ഔമിൻ സാഹിബിൽ ഹംസിൻ, അല്ലെങ്കിൽ 50 ആടിൻ്റെ മുതലാളിൻ്റെക്കെന്നാണ് സായി 2 ആടിനെ കൊണ്ടുപോയതെങ്കിലോ റജ ആ സാഹിബുൽ ഹംസീനക്ക് മടങ്ങാ ബിസുലുസൈ ഖീമത്തിഹിമാ, അയാളേക്കൊന്ന് 2 ആട് കൊണ്ടിരിക്കുന്നുണ്ട്, ആ 2 ആടിൻ്റെ വിലയുടെ സുൽസാനി കൊണ്ട് മടങ്ങാം. സുൽസ് വേണ്ടത് കാരണം എൻ്റെ 50 ആണല്ലോ, മറ്റവൻ്റെ 200 കൊണ്ട് സുൽസാനി വാങ്ങാം. ഔമിൻ കുല്ലി ഔമിൻ കുല്ലിൻ ഔമിൻ കുല്ലി വാഹിദിൻ ഷാത്തൻ, അല്ലെങ്കിൽ ഈ സായി വന്നിട്ട് ഓരോ ആളെന്നും, അതായത് 100ൻ്റെ മുതലാളിയിൽ നിന്നും ഒന്ന്, 50 മുതലാളിൽ നിന്ന് വേറൊന്നു, അങ്ങനെയാണ് എടുത്തതെങ്കിലോ റജാ സാഹിബുൽ മിയത്തി 100 ആടിൻ്റെ മുതലാളിക്ക് മടങ്ങാ ബി സുലുസ് കീമത്ത് ഷാത്തി, അയാളെ ആടിൻ്റെ സുലുസ് കൊണ്ട്, കാരണം 150 ആടാണുള്ളത്, അതായത് സുലുസ് മറ്റവൻ്റെതല്ലേ, 50,000 അവൻ്റെയൊക്കെ ഒന്ന് വാങ്ങാം. അപ്പോൾ സാഹിബുൽ ഹംസീന 50ൻ്റെ മുതലാളിക്ക് മടങ്ങാം ബി സുലുസൈ കീമത്ത് ഷാത്തി, അയാളേക്കൊന്നും പിടിച്ച ആടിൻ്റെ വിലയുടെ സുൽസാനി കൊണ്ട്, കാരണം സുൽസാനിയാണല്ലോ 100,000 കൊണ്ട്. വലൂത്തനാസ, ഇനി ഈ കലർത്തിയ 2 മുതലാളിമാരോട് തർക്കായി ഈ ഖീമത്തിൽ മഹൂദി, ഈ സായി വന്ന് എടുത്തുകൊണ്ട് പോയ ആടിൻ്റെ വിലത്ത എന്നുള്ള വിഷയത്തിൽ തർക്കം വന്നാലോ ഫൽ കൗലോടെ സ്വീകരിക്കുന്ന വാക്കാകുന്നത് കൗലുൽ മർജൂ അലൈഹി, ആരമേലാണോ മടങ്ങപ്പെടുന്നതെങ്കിൽ അയാളെ വാക്കാണ്. കാരണം ഈ അന്നൂഹാരിമിനെ, കാരണം അയാളുടെ പൈസ കൊടുക്കേണ്ടത്, അതുകൊണ്ട് അയാളെ വാക്കാണ് എടുക്കുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്.